ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അബദ്ധം പിടഞ്ഞ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നറിഞ്ഞതിൽ അതിയായ ദുഃഖമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. കമന്റ് ബോക്സിൽ പരിഹാസവും വിമർശനവും ഉയർന്നതോടെ രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് പിൻവലിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, ഒട്ടും കാലികമല്ലാത്ത ഒരു പോസ്റ്റ്. ഈ പോസ്റ്റ് വരുമ്പോൾ കാണുന്ന എല്ലാവരും തന്നെ ഒരു കൺഫ്യൂഷനിലാകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കമന്റ് ബോക്സിൽ നിരവധി ട്രോളുകളൊക്കെ വന്നിരുന്നത് നമ്മൾ കണ്ടതാണ്. 2018 സിനിമ ഇപ്പോഴാണോ കാണുന്നതെന്നൊക്കെ ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നു. എന്താണ് ഈ പോസ്റ്റിന് കാരണം? ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ലഭ്യമാണോ? കൃഷ്ണ, ഇതിൽ തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം കേരളത്തിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിന് പുറത്തിരുന്ന് അദ്ദേഹം കേരളത്തിനായി ദുഃഖം പൊഴിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ പ്രളയമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആ പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ടെന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത്. പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും അപകടത്തിൽപ്പെട്ടവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം പ്രാർത്ഥിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയടക്കമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ആ പോസ്റ്റ് ഇട്ട് ഏതാണ്ട് മിനിറ്റുകൾക്കകം തന്നെ ആ പോസ്റ്റിന് താഴെ പൊങ്കാലയാണ് കാണാൻ സാധിച്ചത്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ, അതുപോലെ തന്നെ കേരളത്തിലുള്ള മറ്റു മലയാളികളുടെയൊക്കെ പൊങ്കാലയാണ്. ഇവിടെ ആരും പ്രളയം അറിഞ്ഞില്ല എന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ പറയുന്നത്. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട കമന്റുകളായി വരുന്നത് 2018 ചലച്ചിത്രം അദ്ദേഹം ഇപ്പോൾ കണ്ടതേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. മന്ത്രി വി ശിവൻകുട്ടിയും മേയർ ആര്യ രാജേന്ദ്രനും കൗണ്ടർ പോസ്റ്റുകളുമായി രംഗത്തെത്തി എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിൽ വി ശിവൻകുട്ടിയുടെ പരിഹാസ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇപ്പോൾ കണ്ടത് 2018 സിനിമയാണ്, തെരഞ്ഞെടുപ്പ് കാലത്തല്ലാതെ ഇടയ്ക്കിങ്ങോട്ട് വന്നാൽ പൂർണ്ണ ബോധം പോകാതെ രക്ഷപ്പെടാം എന്നാണ് വി ശിവൻകുട്ടിയുടെ പരിഹാസം. മേയർ ആര്യ രാജേന്ദ്രൻ 2018 സിനിമയിലെ ഒരു ഭാഗം, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതെങ്ങാനും കണ്ടിട്ടാണോ എന്തോ ഇത് സിനിമയാണെന്ന് ആരെങ്കിലും അദ്ദേഹത്തെ ഒന്ന് അറിയിക്കണേ എന്നാണ് മേയറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്താണെങ്കിലും വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമാക്കിയ കാര്യമാണ്. കാരണം കേരളത്തിൽ എന്താണെങ്കിലും പ്രളയം ഉണ്ടായിട്ടില്ല. വെള്ളപ്പൊക്കത്തെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. ആ വെള്ളക്കെട്ടിൽ വീണും ഇടിമിന്നലേറ്റും 2-3 മരണങ്ങൾ കേരളത്തിന്റെ അങ്ങിങ്ങ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതല്ലാതെ പ്രളയം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന ഫേസ്ബുക്ക് പോസ്റ്റിലും കമന്റിലും ഒക്കെ ആളുകൾ വിശദീകരിക്കുന്നുണ്ട്. എന്താണെങ്കിലും 1.5 മണിക്കൂർ തികയുന്നതിന് മുമ്പേ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട് നിലവിൽ രാജീവ് ചന്ദ്രശേഖർ. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പ്രാദേശികമായ കാര്യങ്ങളിൽ ധാരണയില്ലാത്ത സ്ഥാനാർത്ഥി എന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് വലിയ വിമർശനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. വിവരങ്ങൾ നൽകിയത് അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന്.